നമസ്കാരം. ചെറിയ സ്ക്രീനിലും വലിയ സ്ക്രീനിലും സൗഹൃദ സദസ്സുകളിലുമെല്ലാം ആവോളം ചിരി പടർത്തിയ മലയാളികളുടെ പ്രിയപ്പെട്ട സൈനുദ്ദീൻ എന്ന കലാകാരൻ. ഓർമ്മയിലെന്നും സൈനുദ്ദീൻ എന്ന പരമ്പര തുടരുന്നു. ഇനി ഒരാളെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം വളരെ ബാല്യം തൊട്ടേ പരിചയമുള്ള ഒരാളാണ്. ഇപ്പോൾ അഭിനേതാവാണ്. നിരവധി പ്രോഗ്രാമുകളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കലാകാരനാണ്. നമ്മുടെ പ്രിയപ്പെട്ട സൈനുക്കയുടെ മകനാണ് സിനിൽ സൈനുദ്ദീൻ. സിനിൽ, സ്വാഗതം നമ്മുടെ പരിപാടിയിലേക്ക്. ഞങ്ങള് ഒരു വലിയ പ്രദേശത്തെക്കുറിച്ച് ഇവരെല്ലാം ഇവരുടെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ ഒക്കെ സംസാരിച്ചു. സിനിലൊക്കെ ജനിക്കുമ്പോഴേ പ്രശസ്തനായ കലാകാരനാണ് അച്ഛൻ. അല്ലേ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കലാകാരന്റെ മകനായിട്ട് തന്നെയാണ് സിനിലിന്റെ ബാല്യം എന്ന് പറയുന്നത്. അച്ഛൻ ആ ലെവലിൽ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അച്ഛന്റെ സിനിലിന്റെ കുട്ടിക്കാലത്തൊക്കെ അതുപോലെ വീട്ടില് സ്ഥിരമായിട്ട് ഉണ്ടാകാൻ പറ്റിയിരുന്നോ? തിരക്കിലായിരുന്നോ? 90s അതായത് എനിക്കൊരു ഓർമ്മ വെച്ച് വരുമ്പോ ഞാൻ ഒരു UKG ഒക്കെ എത്തുമ്പോഴേക്കും 90s ആയി. അപ്പം കുറവായിരുന്നു. എനിക്ക് ആദ്യം ഓർമ്മയുള്ളത്, ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ അടുക്കളയില് തടിയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ മമ്മിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഡാഡി. അതെനിക്ക് ഓർമ്മ. പിന്നെ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷെ എന്നാലും കുറവായിരിക്കും. സിനില് എത്രയിൽ പഠിക്കുമ്പോഴാണ്? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. 7 പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ വിയോഗം ഉണ്ടാകുന്നത് അല്ലെ? അതിന് മുമ്പ് അച്ഛൻ്റെ കാസറ്റുകൾ, ഇപ്പോൾ 7 എന്ന് പറയുമ്പോ ഓർമ്മകളൊക്കെ ഉണ്ട്. കാസറ്റുകൾ കേൾക്കലും കാണലും ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. ഉണ്ട്. കാരണം ഞാൻ മിമിക്രി പഠിക്കുന്നത് തന്നെ ഡാഡി കലാഭവനിൽ നിന്ന് കാസറ്റ് കൊണ്ടു തരുമ്പോഴാണ്. അഭികാടം. അപ്പൊ അടുത്ത ആൾക്കാര് ബാച്ച് വന്നെത്തി. അപ്പൊ ഈ മിമിക്രി ഒക്കെ കണ്ടിട്ടാണ് ഈ സെയിം സാധനം പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോഴേക്കും നസീർക്കൊക്കെ വന്നു തുടങ്ങി. കുറച്ചുകൂടെ കോട്ടയം നസീർക്ക, അത് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മറ്റേ ഈ പറഞ്ഞ നടന്മാരുടെ വീട്ടിലെ പട്ടി, ആ സാധനങ്ങളൊക്കെ വന്ന്, നടന്മാരുടെ വെടിക്കെട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് കോളേജിൽ അത് ഒക്കെ ചെയ്തൊക്കെ പോവായിരുന്നൊക്കെ. അല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ സിനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛന്റെ പേര് എപ്പോഴും സിനിലിന്റെ കൂട്ടത്തില് പറയുമായിരുന്നില്ലേ ആളുകളെല്ലാം എപ്പോഴും? അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഫ്ലൂറസെന്റ് കുട്ടിയായിരുന്നു. എടുത്തിരിക്കുന്ന ഒരാളാ, ഒരു ഫ്ലൂറസെന്റ് കളറാണ് എടുത്ത് കാണുന്ന ഒരു കുട്ടിയായിരുന്നു ക്ലാസ്സിൽ. കാരണം അതിന്റെ അല്ല, ഒരു ടീച്ചറെ നമ്മുടെ ക്ലാസ്സില് സിൽമാ നടന്റെ കുട്ടിയുണ്ട്, ആരുടെ മകൻ, സൈനുദ്ദീന്റെ മകൻ ആണ്. ആരാ അത് എഴുന്നേറ്റ് അപ്പൊ എല്ലാരും സാറന്മാരും വരും. ഇവിടെ ഏതോ സൈനുദ്ദീന്റെ മകൻ പഠിക്കണ ക്ലാസ് ഇതല്ലേ, അതാരാണ്? ഫസ്റ്റ് തന്നെ നമ്മള് പൊങ്ങി എഴുന്നേറ്റ് സ്റ്റാർ സ്റ്റുഡന്റ് അല്ല, ചോദ്യം ചോദിക്കണ എന്നോടൊക്കെ ആയിരിക്കും ചിലപ്പോ. പെട്ടെന്ന് കണ്ണിപ്പെടും. അതാണ് പിന്നെ നമുക്ക് എളുപ്പമല്ലാതെ. ഞാൻ 90 കാലഘട്ടങ്ങളിൽ ചെല്ലുമ്പോൾ സിനില് ഒന്നിലൊക്കെ പഠിക്കുന്നു. ആ സമയത്തും പുള്ളി ഇന്നസെന്റ് ഏട്ടനെയും ലാലു അലക്സ് ഈ ശബ്ദങ്ങൾ അനുകരിക്കുമായിരുന്നു, 1ലും 2ലും അല്ലേ? ശരിയല്ലേ? അതുപോലെ തന്നെ ആ സമയത്ത് ദൂരദർശന്റെ പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ പോകുമായിരുന്നല്ലോ, സൈനുദ്ദീനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് സ്കിറ്റില് ഇവർ രണ്ടുപേരെയും അഭിനയിപ്പിച്ചു. അതെ, അത് അൻസാർക്ക ഓർമ്മ ഉണ്ടാവില്ല. ഇല്ല, അൻസാറില്ല. അൻസാറങ്ങളോട് അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് സ്കിറ്റില് നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. അതിന്റെ ഞാൻ 100 രൂപ അതിന് മുമ്പുള്ള കാര്യമാണോ? അല്ല, അപ്പൊ അന്ന് അൻസാരങ്ങൾ അതെനിക്ക് ഓർമ്മയുണ്ട്. കാരണം നെഞ്ചുവേന എടുക്കണം എന്ന് പറയുമ്പോഴേക്കും എന്റെ അടുത്ത് ഡാഡി പറഞ്ഞു, നെഞ്ചുവേന എടുക്കണം എന്ന് പറയുമ്പോ നെഞ്ചത്ത് നല്ല ഇടി ഇടിച്ചോട്ടോ. അങ്ങനെ എന്നിട്ട് നല്ല ഇടി ഞാൻ ഇടിച്ച് അപ്പൊ എന്നോട് പറയാൻ ചെയ്ത്, എന്ത് ഇടിയാണ് ഇടിച്ച പതുക്കെ ഇടിക്കാൻ. ഡാഡി അവിടെ നിന്ന് പറഞ്ഞു, എടാ ഇങ്ങനെ നെഞ്ചത്ത് ഇടിക്കണതുണ്ട്, അപ്പൊ ശരിക്കും നല്ല ഇടി ഇടിച്ചോളാൻ പറഞ്ഞു. ഞാൻ നല്ല ഇടി ഇടിച്ചു കൊടുത്തു. ഇത് ഏത് പരിപാടിക്കാണ് പ്രസാദ്? ദൂരദർശന്റെ പ്രോഗ്രാമിന് ഇവര് രണ്ടുപേരും സിനിലും സിൻസിലും രണ്ടുപേരെയും കൊണ്ടുപോയി അവര് ഒരു ചെറിയ സ്കിറ്റിൽ അവരെ അഭിനയിപ്പിച്ചു. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. എന്നിട്ട് ഞാൻ 100 രൂപ അപ്പൊ പറഞ്ഞു, നീ എന്തിനോടെ കാശ് കൊടുക്കണം എന്റെ മക്കൾക്ക് എന്ന് പറഞ്ഞു. എന്റെ കൈ നീട്ടമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 പേർക്കും 100 രൂപ ആ ഫ്ലോറിൽ വെച്ച് കൊടുത്തു.
അതുപോലെ തന്നെ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളിയും ഭയങ്കര കൗണ്ടർ. എനിക്ക് തോന്നുന്നു ഈ പേസ്റ്റ് ഒക്കെ പിതുക്കി കളഞ്ഞിട്ടുണ്ടല്ലേ, നീളം നോക്കാൻ. നീളം നോക്കാൻ പുള്ളി ട്യൂബിന് എത്ര ദൂരം പുറത്തേക്ക് വരും അറിയാനായിട്ട് ഇത് വന്നിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ സൈനിച്ചിരിക്കുക. എന്ത് ചെയ്യാൻ പ്രസാദ്, ഇവൻ നീളം നോക്കാൻ പേസ്റ്റ് കംപ്ലീറ്റ് പിതുക്കി കളഞ്ഞ്. അപ്പം ഈ 1 മാസത്തെ ടൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നതേ സൈനുദ്ദീൻ. അപ്പോഴേക്കും ഇവൻ പറയും പുറത്തു പോകണം എന്ന് പറയും. പുറത്തു പോകണം ഡാഡി, പുറത്തു പോകണം എന്ന് പറഞ്ഞ് കരച്ചില്ല. അപ്പോൾ ഉടനെ സൈനുദ്ദീൻ പുറത്തോട്ട് കയറിക്കോ എന്ന് പറയും കുനിഞ്ഞ് എന്നിട്ട്. അപ്പോൾ ഈ പുറത്തല്ല, എനിക്ക് വീട്ടിന് പുറത്ത് പോകണമെന്ന് പറയും. അങ്ങനെ അതൊക്കെ എൻ്റെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഇവരൊക്കെ 1ലും 2ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവരും വലിയ കാര്യത്തിലൊക്കെ എൻ്റെ അടുത്തോട്ട് വരുമായിരുന്നു. 1ലും 2ലും അത് 3ഉം 4ഉം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും സ്ഥിരം ഒരു വിസിറ്റർ എന്ന് പറഞ്ഞ പ്രസാദങ്ങളാണ്. പ്രസാദങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് പ്രസാദങ്ങളുടെ പോക്കറ്റിന്റെ സൈഡിലാണ്. എപ്പോഴും വെറൈറ്റി കീ ചെയിൻ ആയിട്ടായിരിക്കും അല്ലേ? ഞാൻ ഓരോ മാസം കീ ചെയിൻ മാറ്റും. അത് ആർക്കും ഇല്ലാത്ത കീ ചെയിൻ ആയിരിക്കും. എവിടെ ഉണ്ടാവൂല. നല്ല രസമാണ് കാണുമ്പോൾ. ഒരു ലാമ്പി ഉണ്ട്. മുമ്പ് LKGയിലും UKGയിലും 1ലൊക്കെ പഠിക്കുമ്പോൾ എന്നെ സ്കൂളിൽ കൊണ്ടാക്കണത് ഡാഡി പുറകിലിരിക്കും, പ്രസാദങ്ങള് ഫ്രണ്ടിൽ. ഈ ഒരു വള്ളിയൊക്കെ ഉണ്ട്, കണ്ണടക്ക് ഒരു വള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ടാണ്. മാത്രമല്ല ഈ സ്കൂളിൽ നിന്ന് കംപ്ലൈൻറ്റ്സ് വരുവേ. ആ സ്കൂൾ ഏതാണ്? മേരിമാത. അപ്പൊ കംപ്ലൈന്റ് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയട്ടോ വലിയ തലവേനയാ, അവൻ അവിടെ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, ബാ സ്കൂട്ടർ എടുക്കുന്നു പറയും. അങ്ങനെ ഞാൻ പോയി സ്കൂട്ടർ പോയി അവിടെ സ്കൂളിൽ ചെന്ന് ഹെഡ് മിസ്സസിനെ കണ്ട് സോറിയൊക്കെ പറയും. സൈനികൻ ഇവൻ എന്തൊക്കെ കുഴപ്പം കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ആ സ്കൂളിൽ ഗാർഡിയനായിട്ട് പോകുന്നത് ഞാനാ സൈനികന്റെ കൂടെ. കറങ്ങി തിരിഞ്ഞ് പുള്ളിയും സിനിമയിലും മിമിക്രിയിലും ഒക്കെ ആയിട്ട്. മിമിക്രി പക്ഷെ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പോയിട്ടില്ല, ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇല്ലില്ല, നമ്മൾ പറഞ്ഞു പോകുമ്പോ കാണിക്കണം എന്നുള്ളൂ. പക്ഷെ അത് ബാക്കിയുള്ളവർ വളരെ കാര്യമായിട്ട് എടുത്തു. അപ്പൊ അല്ല, നിങ്ങൾ സിനിലിന് ഓൾറെഡി അഡ്രസ് കിടക്കുവാണല്ലോ. അതെ. അപ്പം പിന്നെ അത് നമ്മൾ തമാശക്ക് കാണിച്ചാല് കൊള്ളാം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എന്റെ അടുത്ത് കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. കാളിദാസൻ തമിഴ് സിനിമയിൽ വരുന്ന കാളിദാസൻ ഒരു ട്രൂപ്പിൽ മിമിക്രി കളിച്ചിട്ടില്ല, അല്ലാതെ ഒരു വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടില്ല, മിമിക്രി എവിടെയെങ്കിലും ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. ഏതൊക്കെയോ അവാർഡ് നൈറ്റുകളിൽ തമിഴ് പോയപ്പം ജയറാമിന്റെ മോനല്ലേ കാടി കഴിഞ്ഞ അതോടുകൂടി തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഇതൊരു ബാധ്യതയായിട്ട് സീരിയസ് ആയിട്ട് എടുക്കും ആൾക്കാര്. അങ്ങനെ എടുത്തതാണ്. പിന്നെ നന്നായിരുന്നു കാണിച്ചതെന്നുള്ളതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. കാണിച്ചത് പലതും വളരെ അത് രക്തത്തിലുള്ളതാണ്. അതുകൊണ്ട് അത് കാണിച്ചതെല്ലാം വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടും കാര്യങ്ങളും ഉണ്ട്. അച്ഛൻ പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിലിന് അങ്ങനെ ഒരു ഈ പ്രൊഫഷണൽ ഉപദേശങ്ങളൊക്കെ തരേണ്ട ഒരു പ്രായത്തിന് മുമ്പേ അച്ഛൻ പോയിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇപ്പോഴും ലൊക്കേഷനിലൊക്കെ പോകുമ്പോ ഈ ഒരു അച്ഛന്റെ കഥകൾ പറഞ്ഞു തരാറുണ്ടോ ആളുകൾ സിനിലിന്? ഒരുപക്ഷെ സിനിൽ ചെയ്യുന്നത് വളരെ പുതിയ പടങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സമകാലീനത അവിടെ ഉണ്ടാവണമെന്നില്ല. എന്നാലും പക്ഷെ കേട്ട കഥകളൊക്കെ തന്നെയാണ്. പക്ഷെ കേൾക്കാത്ത കഥകൾ മമ്മിയുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. അതായത് ഡാഡിയും മമ്മിയും കല്യാണം കഴിഞ്ഞ് ഫ്രഷ് കപ്പിൾസ് നമ്മുടെ ഷേണായ്സ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാണ്. അപ്പോൾ ചില കൂട്ടുകാരുണ്ടാവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ചൊറിയാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് ഇടും. അപ്പോൾ ഡാഡിയും മമ്മി ഇറങ്ങി വരുമ്പോൾ ഒരു ഫ്രണ്ട് ആരോ ഒരാൾ, മമ്മി ഒരാളുടെ പേരൊന്നും പറയാനുള്ള, ഇങ്ങനെ വന്നിട്ട് എന്താണ് സാർ ഇതിനെ കല്യാണം കഴിഞ്ഞില്ലേ? ആളെ കല്യാണം കഴിഞ്ഞ് ഇതാരാണ്? ഇതെന്റെ ഭാര്യ. അല്ല അപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, അതാരാണ്? അത് നിന്റെ ഭാര്യ. സ്പോട്ടിലാക്കി ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വിറ്റായി ഭാര്യ. ഇന്ന് അതിനൊരു ഉത്തരവായത് ഇതാരാ കൂടെ ഭാര്യ. അപ്പൊ അന്ന് വേറൊരു പെണ്ണിനെ കണ്ടല്ലോ, അതാരാന്നുള്ള ചോദ്യം വരെ ഉണ്ട്. പക്ഷെ ഈ നിന്റെ ഭാര്യ എന്നുള്ളത് അത് നിന്റെ ഭാര്യ കേൾക്കുന്ന ഭാര്യക്കും അറിയാൻ വെറുതെ പറയുന്ന ഒരു തമാശ എന്നുള്ളത്. എന്നാലും അതിനൊരു ഉത്തരമായത് ഇതാണ്. ഇനി ആ ചോദ്യം നിരോധിക്കാൻ പറ്റിയ അങ്ങനെ അതിനകത്തോടെ. അതുപോലെ ഡാഡി വീട്ടിലിരിക്കുമ്പോഴും നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ച ഒക്കെ വീട്ടിലിരിക്കായിരിക്കും. ഡാഡിക്ക് ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവില്ല. മമ്മി ടീച്ചറായിരുന്നു, മമ്മിക്ക് അവധി ശനി ഞായറാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച നല്ല ബിരിയാണിയാണ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി അടുക്കളയിൽ പാത്രം കഴുകൽ പരിപാടിയൊക്കെ ഇരിക്കും. അപ്പം മമ്മീനെ ഡാഡി എറാത്തുനിന്ന് വിളിക്കും, ഗൈല അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെറുതവിടെ ഇരിപ്പുണ്ട്. വിളി കേൾക്കണല്ലോ, രക്ഷപ്പെട്ടോ പോയാ ഇനി നല്ല ഫുഡ് കഴിക്കാം. രണ്ടാം മക്കള്. മൂത്ത ആള് ഇൻഫോ പാർക്കില് HR മാനേജറായിട്ട്. പുള്ളി ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, പ്രധാന റോളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ അതാ പുതുമുഖങ്ങളാണ് ഒരു മൂവിയാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരും പുതുമുഖങ്ങളാ. അതും ഇതുപോലെ ഓഫീസിൽ പുള്ളി വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ഇന്ന ആളുടെ മകനോട്
വർക്ക് ചെയ്യുന്നുണ്ട്. ഓ ആണല്ലേ കണ്ടോന്ന് ചോദിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പുള്ളി വണ്ടടിച്ചു. ആദ്യമായിട്ട് ഒരാൾ വന്നിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ പോയി ചെയ്തതാണ്. ഈ സെല്ലില് നടന്മാരൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ അപ്പൊ ഡാഡിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ? അറിയാം, കാണിക്കും അല്ലേ? കാണിക്കും. അങ്ങനെ എനിക്കറിയില്ല, പക്ഷെ ഡയലോഗ് പറയും. ഡയലോഗ് ആ പറയുമ്പോൾ tone ഉണ്ട്. സൈനത്തിന്റെ വോയിസ് വരാറുണ്ട്. ആ ടോണും ട്രെൻഡും ഒക്കെ ഉണ്ട്, ഞാൻ സംസാരിക്കും. രക്തത്തിലുള്ള. അത് സ്വാഭാവികമാണല്ലോ. അതെ അതെ. ആ, വരാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരാളെ നമ്മൾ പറയുമ്പോ അവരുടെ ഒരു ടോൺ കയറി വരും. ഇന്ന ആളിങ്ങനെ പറഞ്ഞു. നമ്മള് ഒരാളുടെ കഥ പറയുമ്പോൾ അയാളെ അനുകരിച്ച് പറഞ്ഞു പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മുമ്പ് അമ്മയുടെ മീറ്റിങ്ങിന് ബാബു നമ്പൂരി ഡാഡി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഡാഡി എടുത്ത് ബാബു നമ്പൂരി സരിതീനെ കഴിഞ്ഞ 2 പടത്തിന് ചെക്ക് എനിക്ക് മാറി കിട്ടിയിട്ടില്ല. അപ്പൊ ഡാഡി പറയണ അതിന് ഈ സൗണ്ടി പറഞ്ഞ അറിയാക്കാനാണ്. ഈ സൗണ്ടിൽ പറഞ്ഞ അയ്യോ, അങ്ങനത്തെ കൗണ്ടറുകൾ പുള്ളി പറഞ്ഞു ഇട്ടിട്ട് പോയിട്ടുള്ളതിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൗണ്ടറുകൾ സിനിലിനോ ജിൽജിലിനോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് ഡാഡിക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ. ആണല്ലേ? അതെ അതെ. ഞാൻ ഒരു ദിവസം ഈ ലൈലാക്ക് ജോലി കിട്ടിയിട്ടേ, ടീച്ചറായിട്ട് ജോലി കിട്ടി അമ്മയ്ക്ക്. ഞങ്ങള് മ്യൂസിപ്പാലിറ്റി കളിക്കുമ്പോഴാ. അപ്പൊ സൈന പറയണ കോട്ടേഴ്സ് കിട്ടിയിട്ട് നീ ഒരു ദിവസം പാടാന്ന് പറയാം. അങ്ങനെ ഞാൻ കോട്ടേഴ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോ നല്ല പൊക്കൊക്കെ ഉള്ള കോട്ടേഴ്സാണ് റൂഫിനൊക്കെ. ചെന്നിട്ട് ഭയങ്കര ചൂട്, നോക്കിയപ്പോൾ ഫാനില്ല. അപ്പോൾ സൈൻ്റെ അടുത്ത് പറയണ ഒരു ഫാൻ മേടിച്ചിട്ട് എന്തൊരു ചൂടാ, ഫാൻ മേടിക്കണം, അടുത്ത 2 പ്രോഗ്രാം കഴിയുമ്പോൾ ഫാൻ മേടിക്കണം. നല്ല ഫാൻ ഏതാടാ? ഞാൻ പറഞ്ഞ ക്രോംപ്ടനാണ്. എൻ്റെ റൂമിലൊക്കെ 10-20 കൊല്ലമായിട്ട് ക്രോംപ്ടൺ നടക്കണം. ഇപ്പോഴും നല്ല ഒരനക്കമില്ല. പിന്നെ വായിച്ചിട്ട് എന്താ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ തർക്കുത്തരം പറയുന്ന ആളെ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. കാരണം എനിക്ക് കാലഘട്ടമൊക്കെ വെച്ച് മാച്ച് ചെയ്യുമ്പം സാധ്യത ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ നടൻ ജയനും നിങ്ങളും കൂടെ ഫംഗ്ഷന് പോയിട്ടുണ്ട്, പരിപാടിക്ക് പോയിട്ടുണ്ട്, സൈനികയുടെ കൂടെ പോയിട്ടെന്ന് കേട്ടിട്ടുള്ളത്. അതെങ്ങനെയാണ്? കാരണം 80-ലല്ലേ ഈ മിമിക്രി വന്നുള്ളൂ. ഒരുപാട് പ്രായമായി പുള്ളിക്ക്. അല്ല, ഞാൻ പറയുന്നത് എന്റെ ഊഹം ശരിയാണ്. 80-ല് ജയൻ സാർ മരിച്ചു. 81-ലാണ് ഈ കലാഭവന്റെ പരിപാടി തുടങ്ങുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ കലാഭവനിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ അതിന് മുമ്പ് മാട്ടാന്ന് പറയും, അറിയാലോ? ഞാനും പ്രസാദും കൂടെ മാട്ട പോകുമായിരുന്നു. പിന്നെ ഞാനൊരു ജോർജും കൂടെ പോകുമായിരുന്നു. ഓ, അപ്പൊ ഇത് ഔദ്യോഗികമായിട്ടൊരു ട്രൂപ്പ് വരുന്നതിന് മുമ്പ് ഞാൻ സൈനത്തിനോട് പോയിരുന്നു പഠിച്ചിട്ട്. അതുപോലെ ഞാനും സൈന്യത്തിനും കൂടെ പോകുമായിരുന്നു. അതെവിടെയെന്നറിയോ? കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ. അവിടെ എനിക്കും സൈന്യത്തിനും കൂടെ മിമിക്രി പരിപാടി കിട്ടി. അപ്പം അന്ന് അവിടെ ചീഫ് ഗസ്റ്റ് ഉണ്ണിമേരിയെ ട്രൈ ചെയ്തവര്, പക്ഷെ ഉണ്ണിമേരിയെ കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 2-3 സിനിമയിൽ അഭിനയിച്ച ഒരാളുണ്ട്. പുള്ളി JC-യുടെ ശാപമോക്ഷൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചമിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയൻ ആണ് അന്നത്തെ അവരുടെ ചീഫ് ഗസ്റ്റ്. നായകനായിട്ടില്ല, ശാപമോക്ഷത്തിലൊക്കെ ചെറിയ വേഷം വെച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും സൈന്യത്തിനും ഇങ്ങനെ പരിപാടിക്ക് കൊണ്ട് ഞാൻ റഹ്മാനും കൂടെ പോകും. അങ്ങനെയൊക്കെ കാലഘട്ടമാണ്. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് ഞങ്ങൾ 3 പേരും പോകേണ്ടത്. അപ്പോൾ അവർ 2 കാറുണ്ടായിരുന്നു. ഒന്നിൽ ജയനും സൈന്യത്തിനും കൂടി, ഒന്നിൽ ഞാനും. അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അന്ന് കോലഞ്ചേരി പോകുമ്പോൾ വനമാണ്, വനപ്രദേശം പോലെയാണ്. അപ്പുറം ഭയങ്കര കാടാണ്. പോയി ഒരു വളവൊക്കെ ഉണ്ട്. ഈ വളവ് എത്തുമ്പോൾ ഞാൻ നോക്കൊണ്ട് ജയൻ കാറിലിരുന്ന് എൻ്റെ അടുത്ത് ടിഷിങ്. അപ്പോൾ ഞാൻ താന്ത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാനടിച്ചു. CID നസീറിൽ, പ്രേം നസീറിൻ്റെയൊക്കെ സിനിമയൊക്കെ കാണാൻ അവർ ഞാനടിക്കും. പിന്നെ സൈനിക വെടിയൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ജയൻ അന്ന് സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും ജയൻ അന്ന് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഉണ്ണിമേരി വരുമെന്നാണ്, പകരം ഈ മസിലൊക്കെ ഉള്ള ഞാനായിപ്പോയി വന്നത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത്. ഞാൻ ജയനെ കാണിക്കുമായിരുന്നു പണ്ട് മിമിക്രിയിൽ. ഇന്നിപ്പോ കാണിച്ച ഇവൻ ചിലപ്പോ ജയനെ കാണിക്കാൻ പോകും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ആലുവയിൽ ഞങ്ങള് പ്രോഗ്രാമിന് പോവുക. അപ്പൊ ഞാൻ പിടിച്ച പ്രോഗ്രാം റഹ്മാനാണ് ജയനെ അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അൻസാറിനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി. അപ്പോൾ ഞാൻ ചെയ്യാം 2 തർക്കമാണ്. പുള്ളി നേരെ സ്റ്റേജിൽ അടുത്തതായിട്ട് മലയാള സിനിമയിലേക്ക് എത്തിച്ചേരുന്ന താരം ശ്രീ ജയൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി കയറി ജയൻ. അത് കഴിയുമ്പോൾ അൻസാർ വന്നിട്ട് ഇനി മറ്റൊരു ജയൻ കാണിച്ചു ഒരേ സ്റ്റേജിൽ. അന്ന് മുതൽ പിന്നെ ഞാനാണ് ജയനെ കാണിക്കുന്നത്. ആക്ഷൻ അടക്കം, ശബ്ദം അടക്കം.
എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കളിച്ചു നടന്നിരുന്ന ആള് ഞാനാണെന്ന് തോന്നുന്നു. ആവാം. വിത്ത് കോസ്റ്റ്യൂമോ? വിത്ത് കോസ്റ്റ്യൂം അല്ല, ഒന്നുമില്ല. പുള്ളി എന്ത് ചെയ്യുന്നത് അന്ന് ഈ ഒരൊറ്റ ജുബേ ഉള്ളൂ. അല്ല പുള്ളി ചെയ്യുന്നത് ഈ ജുബയില്ലേ, ജുബ ഇഞ്ചി ഇങ്ങനെ മടക്കി അങ്ങ് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യും. കറക്റ്റ് ഓർമ്മ ഉണ്ടല്ലേ? പിന്നെ ജുബ ഇങ്ങനെ മടക്കി വെക്കും, ഇൻസൈഡ് മതി. ഈ സൈനിക പക്ഷേ ഈ നടന്മാരുടെ ശബ്ദാനുകരണം വളരെ കുറച്ചല്ലേ ചെയ്തിരുന്നത്? മധു ആക്ഷൻ. എന്റെ അടുത്തൊക്കെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഈവൻ ജയറാമിന്റെ സൗണ്ട് വരെ. അതിന് തന്നെ നീ എന്താ പറയാ, പണ്ടത്തെ സൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് കാണിക്കാറില്ല കേട്ടാ. ഇല്ല, വീട്ടിൽ തന്നെ ഞാൻ നമ്മള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അഴിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുമ്പോ ഞാൻ ഓരോ സൗണ്ട് MS തൃപ്പൂണിത്തുറ ജനാർദ്ദനൻ സൈനുദ്ദീൻ ഇങ്ങനെ. അത് മോന്റെ അടുത്ത് അങ്ങനെ മോനാകുമ്പൊന്നും പറയൂല്ലോ. അല്ല, പക്ഷെ ഞാനൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് മിമിക്രി ഒക്കെ. ഈ സൈനുദ്ദീൻ ഒരേ സമയം എന്റെയും എന്റെ ജ്യേഷ്ഠന്റെയും കൂട്ടുകാരനായിരുന്നു. എന്റെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠനാണ് ഷറഫ് എന്ന് പറയുന്നത്. പുള്ളിയായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു. എപ്പോഴും സൈനുദ്ദീനെ വീട്ടിൽ പോവും. ഷറഫക്ക ഞങ്ങൾ പൂക്കാക്കാന്ന് വിളിക്കുന്നത്. പൂക്കാ ഇപ്പോഴും സൈനുദ്ദീന്റെ തമാശകൾ പറയും. എപ്പോഴും പറയല്ലേ, മറ്റേ പ്രേതത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലേ. ഇവിടെ ഒരാളെ നമ്മൾ ഓർക്കുന്ന എപ്പിസോഡ് പലപ്പോഴും അയാളുമായി വലിയ സൗഹൃദമുള്ള ആൾക്കാരാണ് വിളിക്കുന്നത്. നിങ്ങളിപ്പോ പറയുന്ന കഥ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്ന സൗഹൃദം ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ എന്ത് തരം ബന്ധപ്പെട്ട കഥയൊക്കെ തന്നെയാണ് എല്ലാം. അതെ അതെ അതെ. ഒപ്പം സിനിലെ ഈ ഇപ്പം സ്കൂളില് സ്റ്റാർ കിഡാണ്, അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊരു കാര്യം, നമുക്ക് ഏതെങ്കിലും സിനിമാടനെ കാണുക എന്ന് പറയുന്നതാണ് ഒരു വലിയ ഭാഗ്യം. അപ്പം സിനിലിനെ സംബന്ധിച്ച് സിനിലിന്റെ ഒരു ഓർമ്മയുള്ള കാലങ്ങളിൽ ഈ ഒരു വലിയ ബന്ധം വെച്ചുകൊണ്ട് വീട്ടില് വേറെ നടന്മാർ വരികയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛന്റെ പരിചയത്തിലൊക്കെ? അയ്യോ, പിന്നെ ഒട്ടുമിക്ക നടന്മാരും വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം ഓർക്കണത്, പിന്നെ ഷൂട്ട് വീടിന് തൊട്ടടുത്തൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ അഞ്ചുമന ക്ഷേത്രം, മറ്റേ പുതുക്കോട്ടയിലെ പുതുമളവാളൻ, അതിൽ ഡാഡി മറ്റേ ഉന്നം. എടാ, പോലീസ് ആദ്യം വേണ്ടത് ഉന്നമാണ്, മനസ്സിലായി? മറന്ന് തെന്നി പറഞ്ഞ കവികൾ വരെ അതിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് സ്കൂൾ വിട്ട് തിരിച്ചു പോയി ചെന്നപ്പോഴേക്കും ഡാഡി പോലീസിന്റെ കോസ്റ്റ്യൂമില്, ഇവിടെ ആരാടാ പഠിക്കാത്തത് ഇതൊക്കെ ചോദിച്ചോണ്ട്, സത്യം നീയാണോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ കോസ്റ്റ്യൂമിലൊക്കെ ഡാഡി കസ്റ്റംസ് ഡയറി, കസ്റ്റംസിന്റെ ഓഫീസിൽ അന്നാണ് കസ്റ്റംസ് ഡയറിയുടെ മൂവിയുടെ ആ സമയത്താണ് ബാബു ആന്റണി വീട്ടിൽ വന്ന. അന്ന് ബാബു ആന്റണി കത്തി നിക്കാണ്. അങ്ങനെ ബാബുവാൻ വീട്ടിൽ വന്നപ്പോ ഞാനും ഞെട്ടിക്ക. നേരിട്ട് യേശു ക്രിസ്തുവിനെ കണ്ട പോലത്തെ ഒരു ഹൈറ്റ്, മീശം, മുടിയും ഇതൊക്കെ. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ചോദിക്കണം, ഇവിടെ തൊടാൻ പറ്റുമോ, ഇവിടെ തൊടാൻ പറ്റുമോ? ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ഇതുപോലെ ഹൈറ്റ് ഉള്ള ഒരാള് വീട്ടിൽ വന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ രാജു. അത് തന്നെ, ക്യാപ്റ്റൻ രാജു വീട്ടിൽ വന്നു. ഡാഡി വീട് വെച്ചിട്ട് അധികം നാളായിട്ടില്ല, പുതിയ വീട് വെച്ചേക്ക്. അപ്പം ഇതാണ് ഡ്രോയിങ് റൂം, ഇത് ഡൈനിങ് ഹാള്, കിച്ചൺ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൽ വന്നപ്പോൾ അന്നത്തെ കാലത്ത് AC എന്ന് പറഞ്ഞാൽ വിൻഡോ AC ആണ്, വിൻഡോ. അപ്പൊ അവിടെ അടുത്ത് വന്ന് നിന്നിട്ട് ക്യാപ്റ്റൻ രാജു പറഞ്ഞു, സൈനുദ്ദീനെ ഈ AC-യുടെ മുന്നിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയണത്. ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്താ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പൊ അല്ല, ഇത് നമ്മൾ ആദ്യമായിട്ടുള്ള കാണാൻ ഇതിന് വേണ്ടി ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണൂല. ഞങ്ങളെല്ലാരും ഇത്രയേ ഉള്ളൂ. ഹൈറ്റ് ഉള്ളതുകൊണ്ട് നേരെ ഒരാൾ വരുമ്പോഴാണ് കാണുന്നത്. ഇത്രയും പൊക്കമുള്ള ഒരാൾ ആദ്യമായിട്ട്. അതുപോലെ അനീഫ്കയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അതുപോലെ തന്നെ അനീഫ്കയുടെ മാരേജ് കഴിഞ്ഞപ്പോ ഒരു പാർട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓർമ്മയുണ്ടോ ആ ദിവസം? അനീഫങ്ങളും വൈഫും വീട്ടില് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതല്ല, ഞാനായിരുന്നു. നീ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല, പുറത്തുനിന്ന് ഇവരുടെ വീട്ടില് ഗസ്റ്റായിട്ട് വരുന്നത് അനീഫ്കയും വൈഫും, അവിടെ നീ കൂടെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടെ പോയിരുന്നു. അങ്ങനെ അന്ന് ഒരുപാട് തമാശകളിരുന്നു. പുള്ളി ചിരിയുടെ ആളാണല്ലോ. കാരണം ഈ സൈനുദ്ദീൻ എന്ത് പറഞ്ഞാലും പുള്ളി ഇങ്ങ് ചിരിക്കും. പുള്ളി ഇത്രയധികം ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ചിരിയാണ്. അതൊക്കെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന കുറെ സൈനികയുടെ നല്ല ഓർമ്മകളുമായി ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രമേശ് കുറുമശ്ശേരി. ഗിന്നസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്ത ഓഡിയോ കാസറ്റിൽ ഞാനും KS പ്രസാദേട്ടനും സൈനുക്കയും കൂടിയായിരുന്നു.
ആദ്യമായിട്ട് ഗിന്നസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ കാസറ്റ് ചെയ്തത്. അന്ന് രസകരമായൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും കൊച്ചുകുട്ടികളുടെ രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അന്ന് എറണാകുളം ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലിലാണ് കയറി. അപ്പം ഞങ്ങൾ 3 പേരും ബിരിയാണി പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്നു, പ്രസാദേട്ടനും ഇരിക്കുന്നു, ഇക്ക അവിടെ ഇരിക്കുന്നു. ബിരിയാണി പറഞ്ഞു. ഞങ്ങൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഒരു 3/4 ഭാഗമായപ്പോഴേക്കും അദ്ദേഹം ഒരു 1/4 ഭാഗമായിട്ടുള്ളൂ. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മതിയാക്കി പോകേണ്ടതാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റർ വന്നിട്ട് വേഗം അവിടെ തൂത്ത് ക്ലീനാക്കി അദ്ദേഹത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ കഴിച്ചു തരണേക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ബിരിയാണി എന്ത് ചെയ്യും? അത് അവരെടുത്തുകൊണ്ട് പോയി. ഇക്ക കഴിച്ചു കഴിഞ്ഞതല്ലേ? ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാനൊന്ന് തുമ്മാൻ പോയതാ. വേഗം വെയിറ്ററെ വിളിച്ച് ഇവിടെ ഇരുന്ന് ബിരിയാണി എന്ത് ചെയ്യും? അവനാകെ പെടപ്പായി. എന്നിട്ട് വേഗം ബിരിയാണി ഫ്രഷ് കൊണ്ടുവന്നപ്പോൾ പുള്ളിക്ക് അത് വേണ്ട. പുള്ളി പറഞ്ഞ് അതിൽ നിന്ന് കോരിയെടുത്ത് ഞാൻ തിന്നതിൻ്റെ അത്ര ബാക്കി കോരിയെടുത്ത് അതേമാതിരി തന്നെ വെച്ചത്. ഞാൻ മുട്ട പുറത്താണ് എടുത്ത് വെച്ചിരുന്നത്. ആ മുട്ട പുറത്തെടുത്ത് നോക്കി. ഞങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പി. അങ്ങനെ അപ്പം നമ്മൾ പണ്ട് ഒരു കോമഡി ഉണ്ട്. ഒരു കരിമ്പ്, ഒരു കുട്ടി വാശി പിടിച്ചിട്ട് കരിമ്പ് 4 പൊളിക്കണം, 8 പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കരിമ്പ് 1 തരണം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കുട്ടികളുടെ മാതിരിയുള്ള ഒരു ശീലമായിരുന്നു. പ്രത്യേകിച്ച് ആരെക്കുറിച്ചും ഒരു പരദൂഷണമോ ഒരു ദോഷമോ ഒന്നും പറയാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പ് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ്. അപ്പോൾ ഇത്തരണത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഹോട്ടലിൽ വന്നിട്ട് ഓർഡർ ചെയ്യും, ഒരു ബീഫ് കറി എന്ന് പറയും. അയാളങ്ങ് പോകുമ്പോൾ പറയും, എനിക്ക് വന്നേ ബീഫെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിക്കൻ ഇട്ട് പറ്റിക്കരുത് കേട്ടാ. ബീഫ് വില കുറവാ, ചിക്കന് വില കൂടുതലാണ്. നേരെ തിരിച്ചാ പറയുന്നത്. അയാള് കൺഫ്യൂഷനായി വെയിറ്റർ. ഈ ഗിന്നസിന്റെ കാസറ്റ് അദ്ദേഹത്തിന്റെ എഴുത്ത് ഈ കൗണ്ടർ അടിക്കുന്നല്ലാതെ എഴുതാൻ സ്ക്രിപ്റ്റ് സെൻസിംഗിൽ എഴുതാനൊക്കെ സഹായിക്കുമായിരുന്നു? ഇല്ലല്ലോ, അന്ന് സ്ക്രിപ്റ്റ് ഇല്ലല്ലോ. അന്ന് വെറുതെ ഇങ്ങനെ വെയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെയിറ്ററിന്റെ പരിപാടി. പിന്നെ അത് നമ്മൾ ബാക്കിയെല്ലാം ഞങ്ങൾ പറയല്ലേ. പാരഡി ചെയ്തിട്ടുണ്ട്, അറിയോ? ഇല്ല. പാരഡി ഗാനങ്ങൾ കഴിഞ്ഞാൽ ആ കാസറ്റ് ഹിറ്റായതാ. മറ്റേ പഞ്ചാഗ്നിയൊക്കെ ഇറങ്ങിയപ്പോ പഞ്ചാഗ്നിയിലെ പാട്ട് എടുത്തിട്ട് സൈനുദ്ദീൻ സാഗരങ്ങളെ അല്ല മറ്റേ ആ പാട്ട്, ആ സാരി കീറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ രാത്രി മാറി പോയി. അതൊക്കെ അന്ന് ഒരു 5-6 പാട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് അന്ന്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നമ്മുടെ വീട്ടിലെ അല്ല, പക്ഷെ അന്ന് ഈ പാരഡിക്കൊന്നും അത്രയും മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷെ നല്ല എഴുത്താറുന്നത്. കുറെ പാട്ടുണ്ടായി, അങ്ങനെ 4-5 പാട്ടുണ്ടായി. പാരഡി എന്ന് പറയുമ്പോ നാദൃഷിക്കാനാണ് ആദ്യം ഓർമ്മ തന്നെ. നാദൃഷിക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെ വാപ്പേടാ എനിക്ക് ആദ്യമായിട്ട് ഒരു സ്ഥലം ഇത് പറയണം. എനിക്ക് മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ പറഞ്ഞ ഒന്നുമില്ല. ഒരു ദിവസം വെയിറ്റടിക്കുമ്പോൾ ഞാൻ പാരഡി സോങ് ചെയ്തിട്ട് ഞാൻ സൈനിക അടുത്ത് പറഞ്ഞു, സൈനിക എനിക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം, കുറച്ചിടം പാരഡി എനിക്ക് ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജ് വേണം, എന്നാൽ നീ ഈ പാരഡി ആണല്ലേ അടുത്തൊരു ഫ്രിഡ്ജ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഫ്രിഡ്ജ് മേടിച്ചത് നാദർഷിക്ക ഈ പാരഡി സോങ് എഴുതി ഡാഡി പറഞ്ഞിട്ടാണ്. നാദർഷിക്ക പറഞ്ഞ നിന്റെ വാപ്പയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഫ്രിഡ്ജ് മേടിച്ചതും പിന്നീട് അത് കാറായി, വീടായി, ഫ്ലാറ്റായി, എല്ലാം തുടക്കത്തിൽ എല്ലാം. അല്ല, അങ്ങനെ ഒരുപാട് ഈ പുതിയ ടാലന്റുകളെ പറയുന്നതിനും റെക്കമെൻഡ് ചെയ്യുന്നതിലും ഒക്കെ വലിയ താല്പര്യമുള്ള രീതിയിൽ തന്നെ എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അല്ലെ? ആ സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളത് ശരിക്കും ഒരു വളരെ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ ആയിരുന്നു. അങ്ങനെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒരു വാശിപ്പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. അദ്ദേഹം പക്ഷെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. കാരണം പ്രസാദം പിന്നെ വീഡിയോ കാസറ്റ് നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ട്രൂപ്പിന്റെ. അതെ, അല്ല വീഡിയോയിലോട്ട് മാറിയപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു പോയില്ലേ? പിന്നെ വീഡിയോ എനിക്ക് താല്പര്യമില്ല, വീഡിയോ കാസറ്റ് നീ എടുത്തോടാന്ന് പറഞ്ഞു, നീ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനാണ് എൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പക്ഷേ ആ കാസറ്റിലൊക്കെ സൈനുദ്ദീൻ അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ മെമിക്സ് പീരീഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ, പിന്നെ 2ാമത്തെ കാസറ്റ് വന്നപ്പോഴും കലാഭവൻ കോമഡി, അല്ല അൻസാറൊക്കെ ഉണ്ട്, മണിയൊക്കെ ആദ്യം ചെയ്യുന്ന കാസറ്റ് അതിനകത്ത് ഉണ്ട്. ഓർക്കല്ലേ കലാഭവനിൽ വെച്ച്? അല്ല, നിങ്ങളിപ്പോൾ അൻസാറൊക്കെ പോയി വിളിച്ചു എന്ന് പറയുമ്പം കലാഭവനിലോട്ട് ഒരാളെ വിളിക്കണമെങ്കിൽ അന്ന് സമയത്ത് ശരിക്കും ആബേലച്ചന്റെ ഒരു അനുവാദവും ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഒരാള് ഓക്കെ ആണെന്ന് തോന്നിയില്ല, അച്ഛനും ഓക്കെയാണ്. അങ്ങനെയാണ്, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അച്ഛനും ഓക്കെയാണ്. അല്ലാതെ അച്ഛൻ ഇന്റർവ്യൂലൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ റഹ്മാനോട് പറയല്ലേ, എന്നോട് പറയല്ലേ, പ്രസാദിനോട് പറയും. ഇന്റർവ്യൂ ആർട്ടിസ്റ്റുകൾ വേണ്ടേ? നമ്മളൊക്കെ ഉള്ളൂ അന്ന്, ഞങ്ങളൊക്കെ ഉള്ളൂ. പിന്നീടാണല്ലോ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ആയി വരുന്നത്. അന്ന് ഞങ്ങളൊന്നും വിചാരിച്ചില്ല കലാഭവന്റെ മിമിക്സ് പരേഡ് ഇത്ര പ്രമാദമായി മാറും, ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആവുന്നു. ഞങ്ങളിങ്ങനെ ഒരു മിമിക്രി ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പായിട്ട് കൂടി അതിന് അച്ഛൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അച്ഛൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾക്ക്. അങ്ങനെയാണ് കലാഭവന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചെറുപ്പത്തില് കമലഹാസനൊക്കെ കൊണ്ടുവന്നില്ലേ?
ആ സമയത്ത് എന്റെ പൊന്നു യൂട്യൂബിൽ എന്താ വീഡിയോ ഉണ്ട്, നിങ്ങൾ നടന്നു ഞാൻ വരുന്ന ഇപ്പോഴും ഉണ്ട്. താനുണ്ട് സെന്റ് ആൽബർട്സ് ഗ്രൗണ്ടിൽ അല്ലേ? അത് തന്നെ സരിദാസയുടെ ഇപ്പുറത്ത് അവർക്ക് അവിടെ വെച്ച് നോമ്പ് സമയം എന്തൊരു ജനമായിരുന്നത്. ഭയങ്കര ജനം. കലാഭവന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി കമലഹാസനൻ, ജനാർദ്ദൻ ചേട്ടൻ, കൊച്ചിൻ അനീഫ്ക, സിദ്ദിഖ്, ചിപ്പി, മനോജ് കെ ജയൻ, ജോളി എബ്രഹാം. മ്യൂസിക് പരേഡിന് പോകുമ്പോഴേ ഈ പറഞ്ഞ പോലെ 1981 സെപ്റ്റംബർ 21-നാണ് തുടങ്ങുന്നത്. നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ സൈനുദ്ദീൻ 82-ലാണ് മറ്റുമാണ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് പക്ഷെ അതിന് മുമ്പ് പക്ഷെ നിങ്ങളിപ്പോ നേരെ ജയൻ സാറിന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ തമ്മിൽ സൗഹൃദവും മാട്ടയ്ക്ക് പോകുന്ന കലാഭവനിൽ അദ്ദേഹം വന്നിട്ടില്ല. പരസ്പരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എറണാകുളത്ത് വന്ന് കുറച്ച് പേരേ ഉള്ളൂ മിമിക്രി കാണിക്കുന്നത്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ കോളേജ് കാലത്തിൽ അന്നൊക്കെ ഞങ്ങൾ എല്ലാവരും ഗ്രാജുവേറ്റ്സാ, എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്, എല്ലാവരും ഡിഗ്രി എടുത്തവരാ. അപ്പൊ ഈ കോളേജ് തലത്തിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് പല സ്ഥലം. കാരണം ഒരു കൊല്ലം മുകേഷ് 1979 മോണാക്ട് ഫസ്റ്റ് ആയിരുന്നു, ഞാൻ 80 ഫസ്റ്റ്, ഞാനും 80 കിട്ടി, ഇവനും പ്രസാദും 80-ലാണ്. അതിന് ശേഷം റഹ്മാൻ വന്നു. അങ്ങനെ എല്ലാവരും യൂണിവേഴ്സിറ്റി ഫെയിം ആണെന്ന് അന്ന് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഫെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കലാഭവന് കിട്ടിയിട്ടുണ്ട്. സൈനുദ്ദീൻ ഉണ്ട് യൂണിവേഴ്സിറ്റി, വർക്കിച്ചമ്പട്ട് കിട്ടിയിട്ടുണ്ട്. 81 മുകേഷിന് കിട്ടി ഫസ്റ്റ്. 81-ലാണ് മുകേഷ്. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്കന്ന് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ആണ് എന്റെ തൊട്ട് തലേ കൊല്ലം മുകേഷിന് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഓൾറെഡി ഈ യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടി പത്രത്തിലൊക്കെ പടം വന്നിട്ടുള്ള ആൾക്കാരായിട്ടുള്ളവരാണ് ഇതില് തുടങ്ങിയിരിക്കുന്നത്. എന്റെ വന്നിട്ടുണ്ട് 2003 പത്രത്തിലൊക്കെ മിമിക്രി കാണിച്ചു. നീ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 97 എന്റെ വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അല്ല നീ പറഞ്ഞത് നന്നായി. അല്ല ഇവരൊക്കെ കൂടെ ആ കാലത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ, ഇതുമില്ലെന്നുള്ള വണ്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഞാൻ വിദ്യാഭ്യാസം പറഞ്ഞപ്പോ വിശാലയുടെ എന്നൊരു നോട്ടം നോക്കി. അപ്പൊ ഈ 97-ഉം നമ്മുടെ 90-ഒക്കെ തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ല. ഞാൻ എന്റെ മിമിക്രിയിലെ ജഡ്ജായിരുന്നു ഇപ്പൊ വീഡിയോ വാളിൽ വന്ന രമേശ് കുറുമശ്ശേരി. അത് ശരി. അദ്ദേഹം എനിക്ക് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റത്തിന് ജഡ്ജാ. എന്നാൽ ഞാൻ സൈനുദ്ദീനെ ആദ്യം പരിചയപ്പെടുന്നത് മഹാരാജ് കോളേജിൽ സ്റ്റാലിൻസ് ഇന്റർനാഷണലിന്റെ മത്സരത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ ജഡ്ജായിരുന്നു സൈനുദ്ദീൻ. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അല്ല, പ്രായം എന്നെക്കാളും 8-9 വയസ്സ് മൂത്തതാ സൈനുദ്ദീൻ. പക്ഷെ സ്റ്റാലിൻസിന് അന്ന് നമ്മള് അധികം പരിചയപ്പെടാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ കണ്ട് ദൂരെന്ന് കണ്ട് ചിരിച്ചു പോയി. പിന്നെ പരിചയപ്പെടുന്നത് പുള്ളിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്, അൻസാറായിട്ട്. അതെ അതെ, എൻ്റെ ഓഫീസിൽ അറിയാം, പ്രസാദ് എന്ന് പറഞ്ഞാലും അൻസാർ എന്ന് പറഞ്ഞാലും സൈനുദ്ദീനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പരിചയമില്ലെന്നേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ അന്ന്. അങ്ങനെ എൻ്റെ ഓഫീസിൽ വന്നിട്ടാണ് പുള്ളിയുടെ കല്യാണം വിളിക്കുകയാണ്. പിന്നെ കല്യാണത്തിന് ഞങ്ങൾ ചെന്ന ശേഷമാണ് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാവുന്നത്. അന്നൊക്കെ ഈ സ്റ്റാലിൻസിന്റെ പരിപാടിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റാണ്. അന്ന് ഈ കലാഭവൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു തട്ടകമാണ് സ്റ്റാലിൻസ് ഇന്റർനാഷണൽ. അപ്പോൾ ആ കാലത്ത് സൈനുദ്ദീനും ഒരു നാഗമണി, ഗോപകുമാർ, ഇവര് 3 പേരും കൂടെ പരിപാടിക്ക് പോയിരുന്നു. ഇവര് നാട് വിട്ട് പുറത്ത് പരിപാടിക്ക് പോയി. 3 മൂട്ടകൾ ആന്ധ്രയിൽ പരിപാടിക്ക് പോയി. ഇവര് പരിപാടിക്ക് പോയി കഴിഞ്ഞ് വന്ന് സൈനുദ്ദീൻ എന്നെ കാണിക്കാനാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഒരു കൂളിംഗ് ഗ്ലാസ് പരിപാടിയുടെ കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞ് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ച്. അപ്പോൾ ഞാൻ വിളിച്ചു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിക്കണം പരിപാടിക്ക് വെച്ചിട്ട്. പരിപാടി സൈനികയുടെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് വേദികളിൽ പങ്കെടുത്തിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വളരെ പ്രിയപ്പെട്ട കലാഭവൻ നാരായണൻകുട്ടി ചേട്ടൻ. നമസ്കാരം. സൈനുദ്ദീൻ കലാഭവനിലപ്പോഴാണ് ഞാൻ കലാഭവനിൽ വരുന്നത്. ആദ്യം ഞാൻ കലാഭവനിൽ വരുമ്പോൾ സൈനുദ്ദീനുണ്ട്, റഹ്മാനുണ്ട്, ജയറാമുണ്ട്, രവിയുണ്ട്, പ്രസാദുണ്ട്, അങ്ങനെ നിരവധി കലാകാരന്മാരുള്ള സ്ഥലത്താണ് ഞാൻ ചെന്ന് പെടുന്നതിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ സൈനുദ്ദീനാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് അപ്പം തന്നെ കൗണ്ടർ പറയും. അങ്ങനെയുള്ളൊരു കലാകാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സൈനുദ്ദീനിൽ നിന്ന് പലതും ഞാൻ പഠിച്ചത്, സൈനുദ്ദീൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് സൈനുദ്ദീനിൽ നിന്ന് ഞാൻ പഠിച്ചത്. സൈനുദ്ദീൻ നല്ല കലാകാരനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി സ്റ്റേജുകളിൽ ഞാൻ ആദ്യം പെർഫോം ചെയ്ത് കഴിഞ്ഞു. ആദ്യമായിട്ട് കലാഭവനിൽ ഞാൻ ചെയ്തത് ഇരിങ്ങാലക്കുട ഒരു സ്റ്റേജിലായിരുന്നു. അന്ന് ആദ്യമായിട്ട് കലാഭവനിൽ ഞാൻ ചെല്ലുന്നതും ആദ്യത്തെ പരിപാടിയും. ഇപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ സർവീസിൽ ഇരിക്കുന്നുണ്ട്.
സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കലാഭവനിൽ വന്നത്. എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുന്നത്. ആ പരിപാടിക്ക് തന്നെ അന്ന് എനിക്ക് നല്ല കൈഡി കിട്ടി. ആ പരിപാടി ഗംഭീരമായി. അന്ന് മുതൽ നിരവധി കാലങ്ങൾ ഞാൻ കലാഭവൻ്റെ കൂടെ ആർട്ടിസ്റ്റായിട്ട് നടന്നിട്ടുണ്ട്. സൈനിധിയായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങൾ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. സൈനിധിനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടമുണ്ട്. സൈനിധീൻ അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 82 കാലത്തിലാണല്ലോ സൈനിധീൻ ജോയിൻ ചെയ്യണത്. അത് ആ സമയത്ത് ഞങ്ങൾ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തൊക്കെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ പാതിരാ സമയത്ത് ഏതോ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിലേ പോട്ടെ അവൻ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ പാതി ഉറക്കത്തിലും പാതി ഓർമ്മയിലും നമ്മൾ കേൾക്കും ഇങ്ങനെ സൈനിധ്യം പറയണത്, റൈറ്റ് ലെഫ്റ്റ് പോട്ടെ ഒരു കാടൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അവൻ ഇറങ്ങും. ഒരു മനുഷ്യനുണ്ടാവില്ല. അവിടെ ഇറങ്ങിയിട്ട് അവനിങ്ങനെ നടന്ന് ഒരു ഇടവഴി കൂടെ പോണ കാണാം. ആ സ്ഥലം ഏതാണെന്നറിയോ? ഒബറോണിൻ്റെ തൊട്ടടുത്ത്. അവിടെ വീട്ടിലോട്ട് ബൈപ്പാസ് പണി നടക്കുന്നുള്ളൂ. ചെറിയ വഴിയാ. സൈനിധിന് ഇപ്പം കിടക്കുന്നതും അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ആ ഒബറോണിന്റെ അടുത്തുള്ള ഞങ്ങളുടെ പള്ളിയുണ്ട്, ആ പള്ളിയിലാണ്. ഞാൻ ഇപ്പോഴും അതുവഴി പോകുമ്പോ ഇപ്പൊ മിനിയാന്ന് പോലും ഞാൻ ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട്. ഇതുവരെ പോയിട്ടില്ല. മിനിയാന്ന് പോലും അതുവഴി പോയപ്പോ ഞാൻ എന്നും അവിടെ എത്തുമ്പോൾ ഞാൻ ദുആ ചെയ്യും, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും. നമ്മൾ മരിച്ചു കിടക്കുന്നവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്താൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ മിക്ക ദിവസം പള്ളിയിൽ പോകും. പിന്നെ ഉറക്കം ചില ദിവസങ്ങളിൽ രാത്രി ഉറക്കമൊന്നും വരൂല. അപ്പൊ ഞാൻ രാത്രി ചിലപ്പോൾ സൈക്ലിങ് ചെയ്യും. അപ്പോൾ ഞാൻ ഒബ്രോൻ്റെ അടുത്ത് പോയിട്ട്, പള്ളിയുടെ ഇപ്പുറത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഡാഡീനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നല്ല വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകും. കാരണം ഡാഡി പാടിയ പാട്ട് എനിക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യം അതാണ്. കാരണം അവിടെ ഇരുന്നിട്ട് ഡാഡിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും, ഡാഡി പാടിയ പാട്ട്. ഇപ്പൊ ഇതിൽ കാണിച്ചില്ല, ചിത്ര ചേച്ചിയായിട്ടുള്ള അത് സയാമി സറ്റാൾ എന്നുള്ള സിനിമയിലെ ഡാഡി പാടിയതാണ്. പിന്നണി ഗായകൻ കൂടെയാണ്. പിന്നണി ഗായകൻ ചിത്ര ചേച്ചിയുടെ കൂടെ ഫോട്ടോ കാണിക്കണം. അതെ, നന്ദി കോടി ഉടലുകളൊന്നാണെന്നാലും പേര് സയാമീസ പാടില്ല. അപ്പൊ അന്ന് ദൂരദർശനിലൊക്കെ പാട്ട് വരുമ്പോ ഡാഡി കാണിക്കും, ഞാൻ പാടിയ പാട്ട് ഇപ്പൊ ഏതാണെന്ന് പറഞ്ഞു. പള്ളി ആ മരത്തിന്റെ തൊട്ടടുത്താണ്. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ് എനിക്ക് ഇപ്പോഴും. ആ പാട്ടും ഒക്കെ കേട്ട് ആ ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കാറില്ല, ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ പോകാറുണ്ട്. പള്ളിയുടെ അകത്ത് കയറാൻ പോലല്ല, സിനിലിനെ സംബന്ധിച്ച് അതങ്ങനെ ആർക്കും പറ്റുന്നൊരു കാര്യമല്ലെങ്കിൽ പോലും ഒരു ചലച്ചിത്ര പ്രവർത്തകന്റെ മകനോ മകളൊക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലുമൊക്കെ പോപ്പപ്പ് ചെയ്ത് വരും. അതൊരു വലിയ ആർട്ടിസ്റ്റ്, അത് അയാളുണ്ടാക്കി വെച്ച വലിയ സൗഹൃദങ്ങൾ, അവരെല്ലാം അയാളെക്കുറിച്ച് നല്ല നർമ്മം പറയുന്നു, ഓർക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോട് സഹപ്രവർത്തിച്ചിട്ടുള്ള സംവിധായകൻ ബാലു കിരിയത്ത് ഇപ്പം അദ്ദേഹത്തെ ഓർക്കുന്നു. സൈനുദ്ദീൻ എനിക്കൊരു സഹോദരനെ പോലെയായിരുന്നു. എൻ്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇനി എത്രയോ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടമായത്. ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം നമ്മുടെ TM ജേക്കബ് സാറിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന റാലി നടക്കുകയാണ് എറണാകുളത്ത്. അപ്പോൾ ഞാൻ TM ജേക്കബ് സാർ അദ്ദേഹത്തെ വിളിച്ചിട്ട്, ഞങ്ങൾ ഒരുമിച്ചൊരു കാലഘട്ടത്തിൽ അദ്ദേഹം മാരവേനിസിലും ഞാൻ MG കോളേജിലും പഠിച്ചിരുന്നതാണ്. അങ്ങനെ സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഈ റാലി നടക്കുന്ന സമയത്ത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതായത് ഒരു ബോക്സ് കൊണ്ട് ഒരു സംഘം ഓടുകയും അതിനെ നായകനും സംഘവും അതിനെ ചേസ് ചെയ്ത് പിടിക്കുന്നതുമാണ് ആ രംഗം. അത് ഈ റാലിക്കിടയിലൂടെയൊക്കെ ഓടുകയും ഒരു കളർഫുള്ളാക്കി എടുക്കാനായിട്ടാണ് ഞങ്ങളത് തീരുമാനിച്ചത്. അങ്ങനെ സൈനുദ്ദീനും ഈ സംഘാംഗങ്ങളോടൊപ്പം ഓടി. കുറച്ചു ദൂരം ഓടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് വയ്യ, എനിക്ക് അധികം ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അസുഖമുണ്ട്, അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത് വരുന്ന ഞാനിപ്പോൾ ഒരു ഓട്ടോ വിട്ടു തരാം, ആ ഓട്ടോയിൽ കൈ കാണിച്ച് അതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ ഓട്ടോ അങ്ങ് പോയി.
വേറൊരു സ്ഥലത്ത് അതേ ഓട്ടം നിർത്തി ഇദ്ദേഹം ഇറങ്ങുന്നതായിട്ട് കാണിക്കുകയും ആ ക്ലൈമാക്സിൽ ഇദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ സൈനുദ്ദീൻ ഇല്ലാതെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ സൈനുദ്ദീൻ വേണം. അത്രയ്ക്ക് നല്ലൊരു സ്നേഹിതനായിരുന്നു അദ്ദേഹം എനിക്ക്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടെന്നും അങ്ങനെ കുറച്ച് ദൂരം ഓടാനൊന്നും സാധിക്കുകയില്ലെന്നും എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നി. ഏതായാലും ഞാനത് മാനേജ് ചെയ്തു. അദ്ദേഹം അത് അഭിനയിക്കുകയും ചെയ്തു, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായതിൽ ഞാൻ എൻ്റെ സങ്കടം ഞാൻ അറിയിക്കുന്നു. ഇത് 97-ലാണ് ഞങ്ങൾ സൈന്യനൊക്കെ ആയിട്ട് ഒരു യൂറോപ്പ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജർമ്മനിയിൽ വെച്ച് ജർമ്മനി അല്ല ഓസ്ട്രിയ വെച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. സുമാരി ചേച്ചി ഉണ്ടായി, ചിപ്പി, പിന്നെ സൈനുദ്ദീൻ ഒക്കെ ഇവരെല്ലാവരും വരുന്ന. പിന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോഴാണ് പുള്ളി ഇങ്ങനെ മഹാത്സ്യപ്പെട്ട് താഴെ വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് പിന്നെ സൈനുദ്ദീൻ അന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയി. സ്കിറ്റ് ഞങ്ങളെല്ലാവരും കൂടി തന്നെ മാനേജ് ചെയ്തു. അവിടെ നിന്ന് ഇവിടെ വന്ന ശേഷമാണ് പിന്നെ പുള്ളി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, അന്നാണ് ഈ അസുഖമുണ്ട് ലങ്സിനെന്ന് കണ്ടുപിടിക്കുന്നത്. ആ ഒരു ഫൈബ്രോസിസ്, ലിവർ ഫൈബ്രോസിസ്, ലങ്സിന്. ഈ ശരിക്കും ഞാൻ ആ ദിവസം ഓർക്കുന്നുണ്ട്. ഈ പറഞ്ഞ വീട്ടിലൊക്കെ ശ്വാസം മുട്ട് കുറച്ചുണ്ടായിരുന്നേ. വീട്ടില് ഡാഡി പിന്നെ എപ്പോഴും തമാശ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. സ്റ്റെപ്പ് ഡാഡി നിസ്കരിക്കാൻ വേണ്ടി മേളത്തെ റൂമിലെ നിസ്കരിക്കാൻ അങ്ങനെ പോകാൻ നേരത്ത് വെറുതെ സ്റ്റെപ്പ് കയറാൻ നേരത്ത് പേടിച്ച വെറുതെ ഇങ്ങനെ തമാശ ഇടക്കൊക്കെ ഇങ്ങനെ കാണിക്കും. ഈ ആക്ഷൻ ഉണ്ട്. വെറുതെ നമ്മളിപ്പോഴും കാണിക്കാം. ഹോട്ടലിലൊക്കെ ബില്ല് കാണിക്കുമ്പോ ഫുഡ് എങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ വീട്ടിൽ സ്റ്റെപ്പ് കയറുമ്പോ കുറച്ച് ഡാഡി ശ്വാസം മുട്ടണം ഭയങ്കരമായിട്ട് പറ്റുള്ള അതുകൊണ്ട് ഇങ്ങനെ അത് പിന്നെ കുറച്ച് നാളുണ്ട് ഈ ശ്വാസം മുട്ടണ സീൻ. മൈ ഡിയർ കരടി ഒക്കെ സിനിമ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം സൗണ്ടൊക്കെ മാറിയിരിക്കുക. എനിക്കൊക്കെ ആ സിനിമ കാണുമ്പോൾ എന്തോ പോലെയാണ്. ഡാഡിനൊക്കെ സുഖമില്ലാണ്ട് കാണുന്നൊരു അവസ്ഥ. സൗണ്ട് മാറി. മൈ ഡിയർ കരടി അത് കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഡാഡി. ഒന്നര മാസം അമൃത ഹോസ്പിറ്റലിൽ. ആ പോണ ദിവസം ഓർമ്മ ഡാഡി ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ബ്രീത്ത് വലിച്ചോണ്ടിരിക്കും. അപ്പം തന്നെ മമ്മിയൊക്കെ സാരിയൊക്കെ കൊടുത്ത് അപ്പുറത്ത് അൻസാരി അമ്മേനൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് സംഭവം കൊണ്ടുപോയി. നമുക്ക് കാണുമ്പോൾ പേടിയാവൂ ശ്വാസം മുട്ടിയിട്ടേ. ഇത് പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഇൻഹെയിലറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമച്ചിട്ട് ശ്വാസം കൂടെ ചിരിയൊക്കെ മാറി. നമ്മുടെ പേടിച്ചു പോയി. ശ്വാസം ചുവന്നു വരും ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ ശ്വാസം. പിന്നെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു 1.5 മാസത്തോളം അവിടെ ഇരുന്ന് ഡാഡി ഉണ്ടായിരുന്നു. ഞാനും ആബലച്ചനും കൂടെ ഒരുമിച്ച് പോയി കണ്ടു പുള്ളിനെ. അത് ഡാഡി വരാനിരിക്കായിരുന്നു. വീട്ടിൽ മറ്റേ ഓക്സിജന്റെ പൈപ്പൊക്കെ വെച്ച് പണികളൊക്കെ ചെയ്തിരിക്കുക. ഓക്സിജൻ വെച്ചിട്ട് വേണം ഇന്നിപ്പോ ശ്വസിക്കാൻ വേണ്ടി അങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിപ്പോ സമാധാനത്താലേ ദിവസം രക്ഷപ്പെട്ടു. നാളെ ഡാഡി വീട്ടിലെത്തുമല്ലോ എന്ന് പറഞ്ഞ് ആ ദിവസം കഴിഞ്ഞ് രാവിലെയാണ് നവംബർ 4 ഈ 25 വർഷത്തിനടുക്ക് ഞാൻ 2-3 നവംബർ 4 മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം എല്ലാ നവംബർ 4 ഞാൻ സൈന്യത്തിന്റെ വീട്ടിൽ വൈകുന്നേരം ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ നവംബർ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് ഈ പറഞ്ഞ ബിയോമായി ഡാഡിയുടെ സഹോദരിമാരൊക്കെ വരും. പ്രസാദ് വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആരൊക്കെ വരും അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നവംബർ 4 ഇപ്പം സിനിൽ പറഞ്ഞു. സിനിലിന്റെ ബാല്യം തന്നെയാണ് ആ സമയത്തൊക്കെ. 6ാം ക്ലാസ്സിൽ 7ൽ പഠിക്കുമ്പോഴെന്നല്ലേ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോഴും സിനിൽ നമ്മളൊരു പരിപാടി ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന് സിനിലിനെ കാണുമ്പോൾ ഒരാൾ വീണ്ടും ഒരു ശബ്ദം അനുകരിക്കുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ, വേദികൾ, ഇതെല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ ലൈഫ് സ്പാനും വളരെ കുറച്ചുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സിനിമയിൽ 80കളൊക്കെ തൊട്ട് ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ തുരുതുരെ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സ്പാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് വലിയ സംവിധായകരോടൊപ്പം ഒരുപാട് നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളുടെ ഭാഗമായി
നല്ല അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളിലെല്ലാം സ്റ്റേജ്, ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ്, സാറ്റലൈറ്റ് ചാനല്, സിനിമ, അന്ന് എന്തെല്ലാം മാധ്യമങ്ങൾ അന്ന് നിലനിന്നിരുന്നോ അതിലൂടെ എല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായി തന്നെ മാറിയ ആളാണ്. ഇപ്പം 80കളുടെ തുടക്കത്തിൽ ഇതുപോലൊരു ട്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടുള്ള സൗഹൃദമാണ് നിങ്ങളിൽ എല്ലാവരും ഇവിടെ വന്നതും പങ്കുവച്ചതും എല്ലാം. സൈനുദ്ദീൻ എന്ന മഹാനായ ആ കലാകാരനെ വീണ്ടും മലയാളികളോടൊപ്പം ഒരിക്കൽ കൂടി ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ എത്തിയ സിനിലിന് പ്രത്യേകിച്ചും അൻസാർക്ക, റഹ്മാനക്ക, പ്രസാദേട്ടൻ, മണിയമ്പള രാജേട്ടൻ എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. ഓർമ്മയിലെന്നും സൈനുദ്ദീൻ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആൽബം സൈനിങ്. പ്രിയപ്പെട്ട സൈനികയുടെ മകൻ സിനിലിന് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഉപഹാരം. നമ്മളോടൊപ്പം ഇന്നില്ലാത്ത ഒരാളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന അവസരത്തിൽ ഇത്രയേറെ ചിരികൾ വരിക അല്ലെങ്കിൽ ചിരികൾ പറയപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹം ചിരിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു വലിയ നിദർശനമാണ്. ചിരിയെ ഒരുപാട് സ്നേഹിച്ച മലയാളികൾ തിരിച്ചും അതുപോലെ സ്നേഹിച്ച പ്രിയപ്പെട്ട സൈനുക്കയുടെ ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പരമ്പരയിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.